ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെസ്പ സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുപോലെ തന്നെ ഒരു ഇൻട്രോ എടുത്ത് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ഉണ്ട്. എന്നിട്ട് ഈ റെക്കോർഡെല്ലാം കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങിലോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ പകുതി മുക്കാലും മൈക്ക് ഞാൻ ഓഫാക്കിയിട്ടേക്കായിരുന്നു. ഈ ഒരു റെക്കോർഡിങ്ങിൻ്റെ ആ ഒരു എപ്പിസോഡിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ച്. കാരണം ഞാനൊരു വില്ലേജറിനെ നമ്മുടെ ബ്രീഡറിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഞാൻ സെറ്റ് ചെയ്തു കണ്ടോ. എന്നിട്ട് അവനെ ഞാൻ കുറേ നേരം സൈക്കിൾ ചെയ്ത് കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇവനൊരു 20 മിനിറ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് വെച്ചപ്പോൾ എനിക്ക് അവനൊരു ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന മെൻഡിങ് ബുക്കിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവൻ മെൻഡിങ് ബുക്ക് തരുന്നത് 5 എമറാൾഡിനാണ്. കാരണം ഞാൻ ഇവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് മറ്റേ സോംബിയെ കൊണ്ട് ഘടിപ്പിച്ചു. എന്നിട്ട് ഞാൻ ക്യൂർ ചെയ്തു. കാരണം അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതിൻ്റെ എല്ലാ ക്ലിപ്പും ഡിലീറ്റായിപ്പോയി. ഡിലീറ്റായെന്നല്ല, മൈക്ക് ഓണല്ലായിരുന്നു. ഓക്കെ, ആദ്യം ഞാൻ ഇവനിപ്പം ഞാൻ 2ാമത്തെ വട്ടമാണ് കൊണ്ടുവരുന്നത്. ആദ്യത്തെ വട്ടം കൊണ്ടുവന്നപ്പം ഇവനെ ഒരു മെൻഡിങ് ബുക്ക് 18 എമറാൾഡിനാണ് വിറ്റുകൊണ്ടിരുന്നത്. ഓക്കെ, എന്നിട്ട് അവനെ ഞാൻ സോംബി ആക്കി. എന്നിട്ട് ഞാൻ മറ്റേ ഗോൾഡൻ ആപ്പിളും മറ്റേ വീനസ് പോർഷനൊക്കെ കൊടുത്ത് എന്നിട്ട് ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് അവൻ നേരെ ഇതിൻ്റെ അടിയിലോട്ട് പോയി. ഇതിൻ്റെ അടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയർ കേസാണ്. ഈ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ബ്ലോക്കൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ സോംബീസിനൊക്കെ വെയിലടിക്കും. അങ്ങനെ വെയിലടിച്ച് അങ്ങനെ അവൻ ചത്തുപോയി. അങ്ങനെ 2ാമത് ഞാൻ ബോട്ട് വെച്ചിട്ട് അവനെ വലിച്ചുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിരുത്തി. എന്നിട്ട് അവനെ ഞാൻ ഇതുപോലെ തന്നെ സൈക്കിൾ ചെയ്ത്, ഇപ്രാവശ്യം ഇങ്ങോട്ട് ഇരുത്തില്ല. ഓക്കെ, ഇവിടെ വെച്ച് തന്നെയായിരുന്നു ഞാൻ മറ്റേ ട്രേഡൊക്കെ ഒപ്പിച്ച്. എന്നിട്ട് അവന് മെൻഡിങ് ബുക്ക് തരുന്ന വില്ലേജറാക്കി. അത് 30 എമറാൾഡിലായിരുന്നു. സാരമില്ല, ഞാൻ വാങ്ങി. കാരണം അത് 30 എമറാൾഡിന് കിട്ടാൻ വേണ്ടി എനിക്ക് ഒരുപാട് സമയമെടുത്തു. എനിക്ക് 15 എമറാൾഡിന് അൺബ്രേക്കിംഗ് 3, പിന്നെ 30 എമറാൾഡിന് ഷാർപ്നെസ് 5 അതൊക്കെ കിട്ടിയായിരുന്നു. എന്നിട്ട് മെൻഡിങ് ബുക്ക് കിട്ടുന്നില്ല. ഓക്കെ, എന്നിട്ട് കുറേ നേരം കൂടെ സൈക്കിൾ ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു മെൻഡിങ് ബുക്ക് കിട്ടി 30 എമറാൾഡിന്. ഓക്കെ, എന്നിട്ട് ഞാൻ പിന്നെയും സോംബിയെ കൊണ്ട് ഘടിപ്പിച്ചു. എന്നിട്ട് അവനെ മറ്റേ അവനക്ക് പറയൂ. ഓക്കെ, ഇപ്പോൾ അവൻ 5 എമറാൾഡിനാണ് തരുന്നത് മെൻഡിങ് ബുക്ക്. അതും ലാഭം തന്നെയാണ്. കാരണം 30-ന് 5 ആക്കി അവൻ. ഓക്കെ ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് സിമ്പിളായിരിക്കും, പക്ഷേ അത് ഒരുപാട് ടൈം എടുത്തു ചെയ്യാനായിട്ട്. 2 ദിവസം ഫുള്ളെടുത്തു. ഇവിടെ എന്തിനാണ് ഞാൻ ഹാൻഡ് ഓവർ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇവിടെ വിട്ടിട്ട് പറയാമായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ ഈ ഒരു സീരീസ് കളിക്കുന്നത് മറ്റേ ഹാർഡ് മോഡിലാണ്. ഓക്കെ, ഹാർഡ് മോഡ് തന്നെ ആയതുകൊണ്ട് തന്നെ ഈ സോംബീസിനൊക്കെ ഇത് പൊട്ടിച്ച് വരാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഞാൻ ഇതിനകത്ത് മറ്റേ ഇവന് സൈക്കിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നൈറ്റായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരുത്തൻ വന്ന് എന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഡോറ് തന്നെ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹാൻഡ് ഓവർ എല്ലാം സെറ്റ് ചെയ്തത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കഴിഞ്ഞ എപ്പിസോഡിൽ കൊണ്ടുവന്ന ആ ഒരു നെതർ വാർട്ടെല്ലാം ഞാൻ ഇവിടെ ഫാമിംഗ് ലാൻഡിൽ കൊണ്ടുപോയി വെച്ചു. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് ചത്തിട്ട് ഞാൻ എൻ്റെ എമർജൻസി ആർമറെല്ലാം ഇട്ടിട്ട് അതെല്ലാം പോയി തിരിച്ചെടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു, അതെല്ലാം പെട്ടിക്കകത്ത് വെച്ചു. അതേണ്ടിരിക്കുന്ന ആ ഒരു ഫാം, നെതർ വാർട്ട് ഫാം. യെസ്, ഒരു പെട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തിപ്പോൾ ഒന്നുമില്ല. ഓക്കെ, ഈ ഡോർ ഞാൻ എപ്പോഴും അടയ്ക്കാൻ മറന്നു. ഓക്കെ, സ്റ്റോറേജ് ഞാൻ ഇവിടെ മാറ്റം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. ഇനി വരുന്ന ബോയും എല്ലാം കഴിഞ്ഞ് എനിക്കിവിടെ നിന്ന് ഒന്നും ഉണ്ടാവാനില്ല. എണ്ണടാ ഇതെല്ലാം. പോടാ, നട്ടെങ്കി ഡർട്ട് താടേ, പോടാ.
എൻ്റെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോയും ഈ ഒരു ആർമറെല്ലാം എടുത്തിട്ട് ഞാനൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇടും, എന്നിട്ട് അത് അടച്ചു വെക്കും. അല്ലാതെ എനിക്ക് ഈ ഒരു ബോയും ആർമറും കൊണ്ടിട്ടൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഇങ്ങോട്ട് ഞാൻ വരുന്നില്ല, ഞാൻ പോണ്. ഇതുപോലെ തന്നെ ബ്രീഡറിൽ സംഭവിച്ചത്. അവിടെ ഒരു ക്രീപ്പർ വന്നു. ഞാൻ രാത്രിയായിരുന്നു അവിടെ ഞാൻ വില്ലേജറിനെ പിടിക്കാൻ പോയത്. പക്ഷെ അവിടെ കിടന്നുറങ്ങിയായിരുന്നു. എന്നിട്ടും അവിടെ ഒരു ക്രീപ്പർ വന്നിട്ട് എന്നെ ബാക്കിൽ പൊട്ടിത്തെറിച്ചു. ഈ ക്രീപ്പറാണ് കേസ് എല്ലാത്തിനും കാരണം. അവിടെ കുറച്ച് ആയുണ്ട്, അതങ്ങനെ എടുത്തുണ്ടാവും. പിന്നെ ഞാൻ ഓഫ് ക്യാമറ കുറച്ച് ഫാമിൽ AFK എന്നായിരുന്നു. 2-3 സ്റ്റാക്ക് ഇപ്പോൾ വീട്ടിൽ കൊണ്ടിരിപ്പുണ്ട് മറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഓൺ ക്യാമറയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോ എന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒരു കിടിലം ബോ ഉണ്ടാക്കാം. ഓക്കെ, ഇതിൽ വേറെ ബോ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ ബോ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കത് രണ്ടും വെച്ച് കമ്പൈൻ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു കിടിലം ബോ കിട്ടും. കിടിലം ബോയുടെ ഒന്ന് കമ്പൈൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ഞാൻ ഓൺ ക്യാമറ ചെയ്തു. ഇനി ഇതും റെക്കോർഡ് ചെയ്തെന്ന് പറയില്ലേ. ഓക്കെ, ഒരു കിടിലം ബോ തന്നെയാണ് ഇത്. എനിക്ക് ഫിഷ് ചെയ്ത് കിട്ടിയതാണ്. ഫ്ലെയിം, അൺബ്രേക്കിംഗ്, പവർ 4 ഇതെല്ലാം ഉണ്ട്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അത് കിടിലൻ എപ്പിസോഡായിരുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് ഇതുപോലെ കിടിലമായിരുന്നാൽ മതിയായിരുന്നു.